ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഡോക്ടർ എം.എ. ഖാദറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ക്വാളിറ്റിയും വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട നവീനതയും അതുപോലെ ടീച്ചേഴ്സിന് വേണ്ട ക്വാളിറ്റിയും ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ്ങും കരിക്കുലത്തിൽ വേണ്ട മാറ്റങ്ങളും ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി നിശ്ചയിക്കുകയും ആ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ രണ്ടാം ഭാഗം പിണറായി വിജയൻ സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. ഈ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ, പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നിർദ്ദേശം സ്കൂളിന്റെ ടൈമിംഗ് ബന്ധപ്പെട്ടാണ്. രാവിലെ 8 മണി മുതൽ ഉച്ചക്ക് 1 മണി വരെ ആക്കണമെന്നാണ് നിർദ്ദേശം കമ്മീഷന്റെ. നേരത്തെ നിലവിൽ 9:30 മുതൽ 3:30 വരെയോ 10 മണി മുതൽ 4 മണി വരെ ആയിരുന്ന സ്കൂളിന്റെ ടൈമിംഗ് ഇനി മുതൽ രാവിലെ 8 to 1 മണി ആക്കണം എന്നുള്ളതാണ് പ്രധാന നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം സ്കൂളിലെ കുട്ടികളുടെ സ്ട്രെങ്ത് ബന്ധപ്പെട്ടാണ്. പ്രൈമറി തലം വരെ 25 കുട്ടികളും അതിനു മുകളിൽ ഹയർ സെക്കൻഡറി വരെ 35 കുട്ടികളും ഒരു ക്ലാസ്സിൽ എന്നുള്ളതാണ് കമ്മിറ്റിയുടെ നിർദ്ദേശം. മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് ബന്ധപ്പെട്ടാണ്. ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റിന് വേണ്ടി, അവരുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ടീം സ്കൂളിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. അതിലൂടെ ടീച്ചേഴ്സിന്റെ സീനിയോറിറ്റിയേക്കാൾ ടീച്ചേഴ്സിന്റെ മെറിറ്റിനും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതക്കും കൂടുതൽ പരിഗണന നൽകണം എന്നുള്ള നിർദ്ദേശം കൂടി കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് മിഡ് ഡേ മീൽസ് ബന്ധപ്പെട്ടാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഉച്ചഭക്ഷണം അത് പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ കമ്പൽസറി ആക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കമ്മിറ്റിയുടെ ഭാഗത്തുണ്ട്. മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഭാഷ ബന്ധപ്പെട്ടാണ്. കുട്ടികളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഭാഷ മലയാളമായിരിക്കണം. മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രൊഫിഷ്യൻസി കിട്ടുന്ന രീതിയിലുള്ള വളരെ സമഗ്രമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടാവണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. പ്രാദേശിക ഭാഷയും മാതൃഭാഷയും പഠിക്കേണ്ടതിന് പ്രാധാന്യത്തിലൂന്നിയാണ് അദ്ദേഹം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മറ്റൊരു നിർദ്ദേശം ഫിസിക്കൽ ട്രെയിനിങ് ബന്ധപ്പെട്ടാണ്. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി 5ാം ക്ലാസ് മുതൽ ഉള്ള മുഴുവൻ കുട്ടികൾക്കും ഹയർ സെക്കൻഡറി വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഫിസിക്കൽ എക്സസൈസ് നിർബന്ധമാക്കണമെന്നും 5ാം ക്ലാസ് മുതൽ ഈ അധ്യാപകൻ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി കമ്മിറ്റി വെക്കുന്നുണ്ട്. വേറൊരു നിർദ്ദേശം എന്നുള്ളത് കുട്ടികളുടെ സബ്ജക്റ്റ് ബന്ധപ്പെട്ടാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ കോർ സബ്ജക്റ്റ് 4 എന്നുള്ളത് 3 ആക്കണമെന്നും മാത്രമല്ല ടീച്ചേഴ്സിന് എല്ലാവർക്കും ഒരു അസോസിയേഷൻ ഉണ്ടാവണം. അതായത് ടീച്ചേഴ്സ് തന്നെ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ടീച്ചേഴ്സിന്റെ അസോസിയേഷൻ ഉണ്ടാവണമെന്നും ആ അസോസിയേഷനിൽ ഏറ്റവും കുറഞ്ഞത് 18% വോട്ട് ലഭിച്ച ടീച്ചേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം കൂടി ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഈ നിർദ്ദേശങ്ങളെല്ലാം വളരെ ഇന്നോവേറ്റീവും റിഫോർമേറ്റീവുമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. മാത്രമല്ല സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെയും കരിക്കുലത്തിന്റെയും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ്. എന്നാൽ ഇതിലിപ്പോൾ വിവാദമായിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് സ്കൂളിന്റെ ടൈമിംഗ് ബന്ധപ്പെട്ടാണ്. രാവിലെ 8 മണി മുതൽ ഉച്ചക്ക് 1 മണി വരെ വേണം ടൈമിംഗ് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇതിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് മുസ്ലിം സംഘടനകളും മുസ്ലിം സ്ഥാപനങ്ങളുമാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മുസ്ലിം സമുദായം മുഴുവൻ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന മദ്രസ വിദ്യാഭ്യാസം രാവിലെ 6:30 മുതൽ 8 മണി വരെയോ 6 മുതൽ 7:30 വരേക്കുള്ള സ്കൂളിംഗ് സംവിധാനത്തിലൂടെയാണ് മദ്രസ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സ്കൂളിന്റെ സമയമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ മദ്രസ സംവിധാനം പൂർണ്ണമായും നിശ്ചലമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് എന്നുള്ള വസ്തുതയായതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഈ ഒരു എതിർപ്പ് ഉയർത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ സർക്കാർ തീരുമാനിച്ചതുപോലെ നടപ്പിലാക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഈ ഒരു നിർദ്ദേശം, സ്കൂളിന്റെ സമയം ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം 8 മണി മുതൽ 1 മണി വരെ ആക്കണം എന്നുള്ള നിർദ്ദേശം, അത് സമവായത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അതിന്റെ ആവശ്യമായ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി സംസാരിച്ച് കൃത്യമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ധാരണ രൂപപ്പെട്ടുകൊണ്ട് മാത്രമേ ആ നിർദ്ദേശം നടപ്പിലാക്കുക